ഐ ഹേറ്റ് ഗേൾസ്. അതെന്താ സാറേ നിങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത? കൺഫ്യൂഷനാടാ, കൺഫ്യൂഷനാ. അവർക്ക് എന്താ ആവശ്യം വന്ന് ആ പെണ്ണുങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാന്ന്. 4 പ്രാവശ്യം ഫോൺ ചെയ്തെന്ന് വെച്ചോ, തനിക്ക് ഒരു ജോലിയില്ലേ എന്ന് ചോദിക്കും. ഇനി ഫോൺ ചെയ്തില്ലെങ്കിലോ, അപ്പൊ തനിക്ക് എന്നോട് താല്പര്യമില്ല അല്ലേ എന്ന് ചോദിക്കും. എന്തെങ്കിലും ഒരു മൂഡ് വന്നൊന്ന് തൊടാൻ ശ്രമിച്ചെന്ന് വെച്ചോളൂ, എപ്പോഴും ഇതാ വിചാരമല്ലേ എന്ന് ചോദിക്കും. ഇനി ഒന്ന് തൊട്ടില്ലെങ്കിലോ, തനിക്ക് ഒരു റൊമാൻസും ഇല്ലടാ കിഴങ്ങാന്ന് ചോദിക്കും. അവസാനമായിട്ട് ഞാൻ എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാ, പെണ്ണുങ്ങളെ ഈ പ്രേമം, കല്യാണം നമ്മുടെ ഈ ജീവിതത്തിലെ ഒട്ടും ശരിയാവില്ലാന്നേ. ഐ മീൻ ടൈം ആൻഡ് മണി വേസ്റ്റ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാം, അങ്ങോട്ട് നോക്കേ. എന്റെ വീടിന്റെ അടുത്തുള്ള എസ് ഐയുടെ വീട്ടിലോ? നിന്റെ ഫ്രണ്ടിനെ ഞാൻ രക്ഷിക്കാം, പക്ഷേ പകരം നിങ്ങൾ എന്ത് ചെയ്യും എനിക്ക്? ചേട്ടാ എത്ര കാശാ വേണ്ടേ? ആര് ചോദിച്ചാ നിന്നോട് കാശ്? നീ പറയടാ, നിനക്കൊക്കെ കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാടാ. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഈ ഒരു കാര്യത്തിൽ ദേവികയെ രക്ഷിച്ചത് ഞാനാണെന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും അവളോടൊന്ന് പ്രത്യേകിച്ച് പറയണം. ഒരു ചെറിയ ഇഷ്ടം തോന്നുന്ന പോലെ പൊക്കി പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞ മഹേഷേട്ടൻ നല്ല ആളാണ്. മഹേഷേട്ടൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. മഹേഷേട്ടൻ വലിയൊരു മനുഷ്യനാണ്. മഹേഷ്, ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ദൈവമാണ് അദ്ദേഹം. ആള് കരിവിളക്ക് പോലെയാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചം തന്ന നിറവിളക്കാണ് ഇദ്ദേഹം. ഇതിന് പ്രതിഫലമായി ഞാൻ എന്ത് ചെയ്യണം സാർ? എടാ വേണ്ടടാ, ആണുങ്ങൾ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കാറില്ല. മഹേഷ്, നിങ്ങൾ മാത്രമില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ദുഃഖക്കടലിൽ മുങ്ങി താന്നു പോയേനെ. അയ്യോ, ദിവസം 1 മണിക്കൂറെങ്കിലും എന്റെ കൂടെ ചെലവഴിക്കൂ. നിന്റെ കൂടല്ലേ? 1 മണിക്കൂറല്ല, അവസാനം വരെ ഞാൻ കൂടെ. അയ്യോ, ഈ മഹാനുഭാവന്റെ പുണ്യമാണ്. അങ്ങനെ നിങ്ങൾ എസ് ഐയുടെ വീട്ടിൽ എങ്ങനെ പോകും? പോയിട്ട് എന്ത് പറയും? എസ് ഐയുടെ വീട്ടിൽ പോയി നിന്നെ പോലെ പൊട്ടക്കഥ പറയാൻ ഞാൻ മണ്ടനാന്ന് വിചാരിച്ചോടാ നിങ്ങളൊക്കെ? ഞങ്ങൾ ആരാന്നറിയാവോ? ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം എന്താണെന്ന് അറിയാവോടാ? തൂത്തുക്കുടി മഹേഷ്, സൺ ഓഫ് തൂത്തുക്കുടി പാപ്പാറാവ്, സൺ ഓഫ് തൂത്തുക്കുടി താത്താറാവ്, ഫ്രീഡം ഫൈറ്റർ. എന്താ ഈ കാണുന്നേ? ഇറങ്ങി വാ. ഈ മണ്ടൻ ഞങ്ങളെ എവിടേക്കാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? എന്താ സാർ ഇത്? തൊരങ്കമാടാ, തൊരങ്കം. പറഞ്ഞത് ഓർമ്മയില്ലേ? പഴയ എസ് ഐയുടെ വൈഫിനും എനിക്കും വൈഫൈ പോലെ ആയിരുന്നടാ കണക്ഷൻ. ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ. 1 മിനിറ്റ്. എന്താടാ, ഷോക്കായോ അതോ ഷേക്കായോ? ജയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയും യുദ്ധത്തിനൊക്കെ പോവാൻ വേണ്ടിയും തുരങ്കപാത കണ്ടിട്ടുണ്ട്. പക്ഷെ അഫയറിനുള്ള തുരങ്കപാത ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അതിനകത്തല്ലടാ കിക്ക്. സ്വർഗത്തിലേക്കുള്ള വഴി തെളിച്ചുകൊണ്ട് പോകുന്നവനാണടാ ശരിക്കുമുള്ള ആണ്. അല്ല, എന്തിനാ ഈ ഫോട്ടോയൊക്കെ? ഞാൻ ഏത് ഫീൽഡിൽ ഇറങ്ങിയാലും മൂഡിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട്. മൂഡ് എന്റെ ഒരു വീക്ക്നെസ് ആ മോനെ. നീ വാടാ, പതറാതെ പതറാതെ വാടാ. കുതിരമേലെ കേറി നമ്മള് പോകും. വാടാ. ഇനി എത്ര സമയമുണ്ട് സാർ? ലൊക്കേഷനിലെത്തി നമ്മള്. നിങ്ങൾ അവിടെ മിണ്ടാതെ നിക്ക്. ഹായ് ശകുന്തളേ. നീ എന്താണ് ഇപ്പൊ വന്നത്? അയാൾ ഇവിടെ തന്നെ ഉണ്ട്. അയാൾ ഉള്ള സമയത്ത് ഞാൻ വരാറുള്ളതല്ലേ, പിന്നെന്താ? ഒന്ന് പോടോ. ഏയ് ഷക്കു തുറക്ക്. എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നോടെ പിടിച്ചിരിക്കാൻ. ഏയ് ഷക്കു തുറക്ക്. ആ കിഴങ്ങേശ്വരൻ ഇപ്പൊ എപ്പോഴും അടയിരിക്കേ വീടിനകത്ത്. സോറി, നിങ്ങൾ ക്ഷമിക്കുക, അഡ്രസ് മാറിപ്പോയി. അഡ്രസ് മാറിപ്പോയെന്ന് പറഞ്ഞ എസ് ഐയുടെ കെട്ടികൾക്ക് വേണ്ടി തുറന്നല്ലേ ഇയാള് പറഞ്ഞേ? ഡേ മോനെ, റോഡ് ടാറിടുന്നതേ ഒരു വീട്ടിലേക്ക് മാത്രമല്ല, എല്ലാ എസ് ഐയുടെ വീട്ടിലേക്ക് വിടും. അവരവരുടെ ആവശ്യത്തിന് അവർ യൂസ് ചെയ്യും. ഞാനും അതുപോലെ തന്നെയാ. ഈ ഭൂമിയിൽ ഇതുപോലൊരു ഭ്രാന്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മെഗാസ്റ്റാർ ആണ് സത്യം, ഇവനെ ഞാൻ കൊല്ലും. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറഞ്ഞ അവസാനം നിന്റെ കല്യാണത്തിന് ശേഷം അയാൾ തുരം കൊണ്ടാക്കി നിന്റെ വീട്ടിൽ കയറും. മായി നോക്കി നിൽക്കാതെ വാടാ. ഐ വാണ്ട് ഫോളോ 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 ഐ വാണ്ട് ഫോളോ 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 ഫോളോ. ഇവിടുന്ന് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഇവിടുന്ന് എങ്ങോട്ടാ സാറ് പോണ്ടേ? നീ ടെൻഷനായി എന്നെ കൂടെ ടെൻഷൻ ആക്കാതെ.
അല്ലെങ്കിൽ തന്നെ എനിക്ക് കൺഫ്യൂഷനാ. റൂട്ട് മാപ്പ് ഇട്ട് പോകാം, അതാ നല്ലത്. റൂട്ട് മാപ്പ് ഇതിലെ പോയി ഇവിടെ ആയിരുന്നല്ലോ. റൈറ്റ് പോയ സരിത സുലോചന സാവിത്രിയുടെ വീട്, ലെഫ്റ്റ് പോയ കുമാരി കല്യാണി കാവേരിയുടെ വീട്, പുറകിലേക്ക് പോയ ചുവരല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ നേരെ പോണം. ആരാ സാർ ഇവരൊക്കെ? എല്ലാം എന്റെ പാർട്ട്നേഴ്സാ. എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് നാണോ ഇല്ലേ? ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുടുംബത്തിൽ പറഞ്ഞിട്ട് ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വാ. എടാ മോനെ ചക്കരെ, എന്റെ അപ്പൂപ്പൻ ഫ്രീഡം ഫൈറ്ററാ. ഞങ്ങളുടെ കുടുംബകാരെ മറന്നുപോയി നീ. 1937 ബ്രിട്ടീഷുകാരും നമ്മുടെ ആൾക്കാരും തമ്മിൽ ആക്രമണത്തിനിറങ്ങി യുദ്ധം ചെയ്യുന്ന ആ സമയത്തുണ്ടല്ലോ, എന്റെ ഈ അപ്പൂപ്പനെ ബ്രിട്ടീഷുകാരുടെ വീട്ടിലേക്ക് തുരങ്കം ഉണ്ടാക്കി. അതിനുശേഷം എന്താ സംഭവിച്ചത്? പ്രത്യേകിച്ച് എന്ത് സംഭവിക്കാനാ? വിദേശികളുടെ വീട്ടിലെ കറുത്ത പിള്ളേരെ കൊണ്ട് ജനിക്കാൻ തുടങ്ങി. അരിക്കൂണ് പോലെ പിള്ളേരെ കൊണ്ട് ജനിച്ചപ്പോഴേ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്നോർത്ത് നമ്മുടെ ഇന്ത്യ വിട്ട് ഓടിപ്പോയില്ലേ അവരെല്ലാവരും. ദാറ്റ് ഈസ് മൈ അപ്പൂപ്പൻ ഗെയിം. തൂത്തുക്കുടി താത്താറാവു ഗെയിം. അപ്പോ ദാനം ചെയ്തെന്ന് പറഞ്ഞു? വിത്തിട്ട് ദാനം ചെയ്തു. വിത്തിട്ടെന്ന് പറഞ്ഞ സീഡ്സ് ആടാ, സീഡ്സ്. വി ആർ ഓൾമോസ്റ്റ് അറൈവ്ഡ്. നീ അവന് ഫോൺ ചെയ്യേ. ബോബി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കും. വൈകുന്നേരം തൊട്ട് ഇത് തന്നെയല്ലേ പറയുന്നേ? നിങ്ങൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നേ? ഇപ്പൊ ഓൾമോസ്റ്റ് നീയുള്ള വീടിന്റെ താഴെ തന്നെയുണ്ട് ഞങ്ങള്. അതെ, എന്റെ പേര് പറയാൻ മറന്നുപോയി. ദ ഗ്രേറ്റ് കൊയിലാണ്ടി മഹേഷ് സാറിന്റെ സഹായം കൊണ്ടാണ് ഇത്രയും ദൂരം എത്തിയത്. അങ്ങനെ പറ. എടാ അതാരടാ? നീ ഇപ്പൊ എവിടെയാ? ബാത്റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല, സ്റ്റോർ റൂമിലേക്ക് വരാൻ പറ. എടാ മണ്ട, ഇതെന്താ റൂമാന്ന് കരുതിയോ? പറഞ്ഞ ഉടനെ പുറത്തേക്ക് വരാൻ. ബാത്റൂം ഡോർ ലോക്ക് ചെയ്തിരിക്കുക, പുറത്ത് ലൈറ്റ് ഓഫാ. സ്റ്റോർ റൂം എവിടെയാന്ന് പോലും എനിക്ക് അറിയില്ലടാ. ഫോൺ ഇങ്ങോട്ട് വെക്ക്, ഞാൻ കോർഡിനേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം ആ പണ്ടാരം പെട്ടി നീ പുറത്തേക്ക് ഇറങ്ങണം. അവിടുന്ന് 2 അടി മുന്നോട്ട് വെക്കണം. ഓക്കെ സർ. എന്നിട്ട് വലത്ത് തിരിഞ്ഞ് ഒരു 3 അടി മുമ്പോട്ട് വരണം. ഓക്കെ സർ. നിന്റെ ഹൈറ്റ് എത്രടാ? 5'7" സർ. എങ്കിൽ 2 അടി ചാടി കുതിച്ചാൽ നിനക്കൊരു കയറ് കിട്ടും. കിട്ടി സർ. അത് പിടിച്ച് താഴേക്ക് വലിക്കുമ്പോ ഒരു ഏണി വരും. അതിലൂടെ കയറി വരണം. സർ മോളിക്ക് വന്നു സർ. മുകളിൽ വന്നതിന് ശേഷം ആ ഏണി എടുക്കാൻ മറന്നു പോകരുത്. ഒരുപാട് പേരുകൾ ചെറിയ തെറ്റുകൾ ചെയ്താണ് ഇങ്ങനെ കുടുങ്ങാറുള്ളത്. അങ്ങനെ കമന്ന് കിടന്ന് മുമ്പോട്ട് വാ. അവിടെ കൂടയിൽ ഒരു പൂ കാണാം. ഉണ്ടോ? ഉണ്ട് സർ. അതിനകത്തൊരു പാമ്പുണ്ടാവും. ചുമ്മാ ജോക്ക്, സ്മോൾ ജോക്ക്. സാറേ ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? റൈറ്റ്. സാറേ നിങ്ങളുടെ റൈറ്റോ എന്റെ റൈറ്റോ? എന്റെ റൈറ്റ് ആടാ. ഓക്കെ സർ. നീ എന്താ ഇത്ര സ്ലോ ആയിട്ട് വരുന്നേ? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് വാടാ. നിന്നെ പോലെ ആവശ്യമില്ലാത്ത പാൽ സഞ്ചികൾ വല്ലതും ഉണ്ടോ അവിടെ? എങ്കിൽ എഴുന്നേറ്റ് നിക്ക്. നീ വേഗം അവിടെ നല്ലവണ്ണം മുറുക്കി കണ്ണടച്ചിട്ട് എടുത്ത് ചാടിക്കോ. സർ പേടിയാവുന്നു സർ. പേടിക്കാതിരിക്കാനല്ലടാ കണ്ണടയ്ക്കാൻ പറഞ്ഞത്. വേഗം എടുത്ത് ചാടറാ. സർ എടാ ചാടറാ. സർ എടാ ചാടറാ. സർ എടുത്ത് ചാടറാ. എടാ കണ്ടോടാ? ആ സർ. അവന്റെ ഷോട്ട്, അവന്റെ ഷോട്ട്. എന്താടാ കണ്ടത്? സ്റ്റോർ റൂം മാപ്പ് അങ്ങ് മാറിപ്പോയി. ബെഡ്റൂമിലേക്കുള്ള മാപ്പാ പറഞ്ഞു കൊടുത്തേ. അത് ഓർത്ത് പേടിക്കണ്ട. ജസ്റ്റ് ഫോളോ മീ.